ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ലെറ്റ്സ് പ്ലേ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മളൊരു ബേസ് ഉണ്ടാക്കും. ബേസ് ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് സ്പ്രൂസാണ്. സ്പ്രൂസ് നമുക്ക് കളക്ട് ചെയ്യാൻ പോകണം. അതിന് മുമ്പ് ഞാൻ കുറച്ച് അയണൊക്കെ ഓഫ് ക്യാമറ കളക്ട് ചെയ്തു. സ്പ്രൂസ് ഒന്ന് കളക്ട് ചെയ്യാൻ പോവാം ഗൈസ്. എനിക്കെൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ 219 മില്യൺ വ്യൂസ് കിട്ടി ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം എനിക്ക് 219 മില്യൺ വ്യൂസ് കിട്ടി. ഞാൻ കുറച്ച് സ്റ്റോണൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോൺ ബ്രിക്ക് നമുക്ക് മെയിനായിട്ട് ആവശ്യമുണ്ട്. സ്പ്രൂസ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്ന ചങ്ക് ബേസ് ഒന്നും നോക്കുന്നില്ല, ഞാനായിട്ട് പോകാം. അങ്ങനെ നമുക്ക് ഡാർക്ക് ഓക്ക് കിട്ടിയിട്ടുണ്ട്. ഡാർക്ക് ഓക്ക് സ്പ്രൂസ് കണ്ടുപിടിക്കാൻ പോയപ്പോൾ കിട്ടിയതാണ് ഡാർക്ക് ഓക്ക്. അങ്ങനെ നമുക്ക് പേലോക്കും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഡാർക്ക് ഓക്ക് പേലോക്ക് ആവശ്യമുള്ളതൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ മരിച്ചിട്ടുമുണ്ട്. ആവേശം കയറിയിട്ട് ഒരു മലയുടെ മണ്ടേന്ന് ഒറ്റ ചാട്ടം. അങ്ങനെ ഞാൻ മരണമടഞ്ഞു. കോഡ്സ് നോക്കി വെച്ചുകൊണ്ട് മാത്രം എനിക്ക് ഐറ്റംസൊക്കെ കിട്ടി. ഐറ്റംസൊക്കെ ആവശ്യമില്ലാത്ത കളയട്ടെ. അങ്ങനെ ഒരു വില്ലേജും കിട്ടിയിട്ടുണ്ട്. നല്ല ലാഗ് അടിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത വില്ലേജും കിട്ടി. ഇവിടെ പൊട്ടറ്റൊക്കെ ഉണ്ട്. ഇതപ്പോൾ 4800 പറഞ്ഞ കോഡ്സിലാണ്. ഇതുവരെ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല സ്പ്രൂസ്. ഞാൻ പോയി നോക്കട്ടെ. ഇത് അടുത്ത വില്ലേജ്. ഈ വില്ലേജ് ഞാൻ ലൂട്ട് ചെയ്താണോ എന്നൊരു സംശയമുണ്ട്. ഇൻവെൻ്ററിയൊക്കെ നിറഞ്ഞു, ഒന്നും എടുക്കാൻ നിൽക്കില്ല. ഞാൻ നേരെ സ്പ്രൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ. 2000 years later. അങ്ങനെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ചങ്ക് ബേസ് നോക്കാം എന്ന് തന്നെ വിചാരിച്ചു. ഞാൻ പോയി അവസാനം 4000 10000 എത്തിയില്ല, 4000 5000 ബ്ലോക്കൊക്കെ എത്തി. എന്നിട്ട് എനിക്ക് സ്പ്രൂസ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ചങ്ക് ബേസ് നോക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചെടുത്തിട്ട് ചങ്ക് ബേസ് നോക്കാൻ പോവാണ്. അപ്പോൾ ബാക്കി വീഡിയോ നിങ്ങൾ പോയി കണ്ടിട്ട് ഗൈസ്. അപ്പം ഞാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ബേസ് എത്തി. സ്പ്രൂസ് കണ്ടുപിടിക്കാൻ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീരിയൽ ഇത്തിരി കഷ്ടപ്പാടാണ്. അപ്പം ഞാനൊന്ന് ചങ്ക് ബേസ് നോക്കിയിട്ട് ഗൈസ്. ചങ്ക് ബേസ് ഞാൻ നോക്കി. അതിന് മുമ്പ് ഇതൊക്കെ പെട്ടെന്ന് വളർന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സാധനങ്ങൾ കിടക്കുന്നുണ്ട്. അത് കിടക്കുന്നത് കണ്ടെങ്കിൽ എടുക്കാതിരിക്കാനും പറ്റില്ല. ഈ വഴി പോയാലാണ് സ്പ്രൂസ് ബയോം എന്നാണ് പറയുന്നത്. നമുക്ക് പോയി നോക്കാം. കറക്റ്റായിട്ട് വേർഷന് സീഡൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആയിരിക്കും. നമുക്ക് പോയി കഴിഞ്ഞാൽ കിട്ടും. അത്യാവശ്യം ദൂരമുണ്ട്. അങ്ങനെ ഞാൻ സ്പ്രൂസ് കണ്ടുപിടിച്ചു. ഇവിടുന്ന് കുറേ സ്പ്രൂസും കുറേ സാമ്പിളിനും കളക്ട് ചെയ്യണം. നല്ല ഹൈറ്റ് ഉണ്ട്. ഇത് ഹൈറ്റുള്ള കളക്ട് ചെയ്യുക, അതെങ്ങനെ ബ്ലോക്ക് വെച്ച് പോവുക. അതും കൂടെ മെയിൻ ചെയ്തെടുത്താൽ സാമ്പിളിന് ഇപ്പോൾ കിട്ടേണ്ടതാണ്. പക്ഷെ നമുക്ക് അടുത്ത മരം വെട്ടാം, അപ്പോഴേക്കും അത് വീഴും. നമുക്ക് 2 സാമ്പിളിനെ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. വെയിറ്റ് ചെയ്യാം, കിട്ടുമായിരിക്കും. 3 എണ്ണം കിട്ടി. ഇനി ഒരെണ്ണം കൂടി കിട്ടിയാൽ നമുക്ക് നേരെ ബേസിൽ പോവാം. എന്നാൽ പിന്നെ നമുക്ക് ഇതും കൂടി വെട്ടാം, ഈ മരവും കൂടി വെട്ടാം. ാ 46 മറ്റോ സ്പ്രൂസ് കിട്ടിയിട്ടുണ്ട്. സാമ്പിളും കിട്ടി. കിട്ടി. ഞാൻ വേറെന്തോ പ്ലേ മാച്ചിൽ ആലോചിച്ചായിരുന്നു. ഇങ്ങനെ വേണ്ട ഐറ്റംസൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചു. ഇത് എത്രേനെ മതിയോന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ ക്രിയേറ്റീവിൽ പോയി ഉണ്ടാക്കി നോക്കിയിട്ടുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഇത്ര ഐറ്റംസ് തന്നെ മതിയോന്ന് എനിക്കറിയില്ല. എന്തായാലും സ്റ്റോൺ ബ്രിക്ക് കുറേ വേണ്ടി വരും. എൻ്റെ മനസ്സിലുള്ളതിൽ സ്റ്റോൺ ബ്രിക്ക് കുറേ വേണം. ഞാൻ എല്ലാം കളക്ട് ചെയ്ത് ബില്ല് ചെയ്തിട്ട് ഞാൻ ഐറ്റംസ് കളക്ട് ചെയ്തു. ഇനി നിങ്ങൾ പോയിട്ട് ഒരു ചെറിയൊരു ടൈം ലാപ്സ് കണ്ടിട്ട് ഗൈസ്.
ഞാൻ രാത്രിയൊന്നും പകലൊന്നുമില്ലാതെ മഴയത്ത് നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. താഴേക്ക് ചാടിയ കിടന്നുറങ്ങാൻ വേണ്ടി താഴേക്ക് ചാടിയ അപ്പം ചാവും. ഫുള്ള് മോപ്സാണ് താഴെ, ഒന്നും കണ്ണും കാണാൻ പറ്റണില്ല. ഞാൻ മെല്ലെ ബ്ലോക്ക് വെച്ച് മെല്ലെ കളിക്കുകയാണ്. നിങ്ങളെന്നാ ഞാൻ ബില്ലിയൻ കണ്ടുപിടിക്കണേ, പോയി ബില്ലിയൻ്റെ വേമാൻ. അങ്ങനെ ബില്ല് കഴിഞ്ഞു. അടിപൊളി, ഒന്നും പറയാനില്ല. അടിപൊളി ബേസ്. ആരും ബേസിനെ പറ്റി കുറ്റം പറയരുത്. ബേസിനെ പറ്റി കുറ്റം പറയുന്നവരെ കുറ്റം പറയണ്ട. അവിടെ ഒരു ചെറിയ പൂന്തോട്ടം ഉണ്ട്. ബോൺ മീൽ ഇല്ലാത്തതുകൊണ്ട് ഇത്രയും വെച്ചിട്ട് വന്നിരിക്കുകയാണ്. ഡോറിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് ഞാൻ അടുത്ത എപ്പിസോഡ് കാണിച്ചു തരാം. അത് സീക്രട്ടാണ് കേസ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത എപ്പിസോഡായിട്ട് കാണാൻ ടാറ്റ ബൈ ബൈ. എല്ലാവർക്കും സുഖമല്ലേ കേസ്. അടുത്ത എപ്പിസോഡ് വീണ്ടും വരാം.